ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തൊക്കെ മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ഡു യുവർ കർമ്മയാണ്. ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കടമകളും സേവനങ്ങളും കൃത്യമായും നീതിയുക്തമായും ചെയ്യുക എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫലം എന്ത് തന്നെയായിരുന്നാലും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങൾ സത്യസന്ധമായും വിശ്വാസത്തോടെയും അത് നിർവഹിച്ചാൽ ഭഗവാൻ സ്വയം നിങ്ങൾക്ക് അതിൻ്റെ ഫലം നൽകുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആവശ്യങ്ങളും അറിയാവുന്ന ഭഗവാൻ അത് കൃത്യസമയത്ത് തന്നെ നിറവേറ്റി തരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള പകുതി അതിമനോഹരമായും പൂർണ്ണ ഡെഡിക്കേഷനോടുകൂടിയും നിർവഹിക്കുക. ബാക്കി പാതിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല, ഭഗവാൻ തന്നെ നോക്കിക്കൊള്ളും എന്നാണ് ഭഗവാൻ ഇവിടെ ഉറപ്പ് തരുന്നത്. ഇവിടെ നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായമോ മറ്റു തടസ്സങ്ങളെയോ നിങ്ങൾ ആലോചിക്കാതെ ആശങ്കപ്പെടാതെ നന്മയുള്ള പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കർമ്മമേഖല ഏതായിരുന്നാലും, അത് ആത്മീയമായിരുന്നാലും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും മറ്റ് വർക്ക് എന്തായിരുന്നാലും അത് എന്ത് കാര്യമായിരുന്നാലും നിങ്ങൾ ഹൃദയശുദ്ധിയോടെ ചെയ്യുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭ്യമാകുന്നതാണ്. അത് സ്വീകരിക്കാനായി തയ്യാറെടുക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത്. അടുത്തത് ലീവ് ഫോർ നൗ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ നിങ്ങൾ തരണം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ ചാടിക്കേറി പ്രവർത്തിക്കാതെ ഒരു അല്പം പോസ് നടത്തുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അത് നിങ്ങൾക്ക് ചില സത്യങ്ങളെ മനസ്സിലാക്കി തരാനുള്ള അവസരമായി കാണുക എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഈ സാഹചര്യങ്ങളിൽ നിന്നും വളരെ ഗഹനമായ പാഠങ്ങൾ പഠിക്കാനുണ്ട്, അറിയേണ്ടതുണ്ട് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ആ സത്യങ്ങളെയെല്ലാം ഉൾക്കൊണ്ട ശേഷം നിങ്ങൾക്കൊരു മാറ്റം ഈ സാഹചര്യത്തിൽ നിന്നും സമയമാകുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്ന മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ തരുന്നുണ്ട്. അടുത്തത് പ്യൂരിറ്റിയാണ്. ഹൃദയശുദ്ധി വരുത്തുന്നതും എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ മനോഭാവം പുലർത്തുന്നതും ഭഗവാനുമായി അടുക്കുന്നതിന് കാരണമാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങളുടെ ഈ സത്യസന്ധതയും അചഞ്ചലമായ ഭക്തിയും ഭഗവാൻ അറിയുന്നുണ്ട്. അതിൽ ഭഗവാൻ അങ്ങേയറ്റം സന്തോഷവാനാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. നിങ്ങൾക്ക് ഭഗവാനോടുള്ള ആത്മീയ ബന്ധം വളരെ ദൃഢവും അത് തുടർന്നും അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനും ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. ചിന്തകളിലും പ്രവൃത്തികളിലും അത് പ്രതിഫലിപ്പിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത്. അടുത്തത് ബി പോസിറ്റീവാണ്. ജീവിതം എന്ന് പറയുന്നത് വെല്ലുവിളികൾ നിറഞ്ഞതാണ്. അത് നിങ്ങൾ ധൈര്യപൂർവ്വം നേരിടുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. അത് നിങ്ങൾക്ക് അനുകൂലമാകത്തക്ക രീതിയിൽ ഭഗവാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവാനെയും ഭഗവാന്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുക. ഭഗവാനെ കൂടുതൽ ആഴത്തിൽ അറിയുന്നവരെ ഭയത്തിൽ നിന്നും എല്ലാ തരത്തിലുള്ള ഭൗതിക ദുഃഖങ്ങളിൽ നിന്നും ഭഗവാൻ മോചിതരാക്കുന്നതാണ് എന്ന മെസ്സേജാണ് ഇവിടെ തരുന്നത്. ശുഭാപ്തി വിശ്വാസത്തോടെ ഭഗവാന്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. മനസ്സിലും ചിന്തകളിലുമുള്ള പോസിറ്റിവിറ്റി നിങ്ങൾക്ക് അനുഗ്രഹങ്ങളെ കൂടുതൽ വേഗത്തിൽ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നതിന് സഹായമാക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ ഭഗവാൻ തരുന്നുണ്ട്. അടുത്തത് ഗീത കാർഡ് എന്നുള്ള ഫസ്റ്റ് കാർഡ് പ്രൊട്ടക്ഷനാണ്. ഭഗവാനെ ഭക്തിയോടെയും ശ്രദ്ധയോടെയും ആരാധിക്കുന്നവർക്കും എല്ലാവിധ പ്രൊട്ടക്ഷൻ കൊടുത്ത് ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും ഭഗവാൻ പ്രവർത്തിക്കുന്നതാണ്. സത്യസന്ധത നിങ്ങൾ നിലനിർത്തുകയും സഹജീവികളോട് ദയോടെ പെരുമാറുകയും ചെയ്യുക എന്നൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്.
നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അതിന് വേണ്ട പ്രൊട്ടക്ഷൻ ഭഗവാൻ നിങ്ങൾക്ക് തരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് അണ്ടർസ്റ്റാൻഡിങ് ദ ഗീതയാണ്. ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾക്ക് ഭഗവാൻ പരമ്പരാഗതമായ പല ആത്മീയ അറിവുകളും തരുന്നതിന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് സ്വീകരിക്കാൻ നിങ്ങൾ കൂടെ തയ്യാറാകുക എന്നൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. നിങ്ങൾ മാനസികവും ശാരീരികവുമായി വളരെയധികം ശുദ്ധിയോടെയും അതുപോലെ തന്നെ സത്യസന്ധവുമായി നിലനിന്നാൽ മാത്രമേ അതിനുള്ള അർഹത നിങ്ങളിലോട്ട് വരികയുള്ളൂ എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അതിനാൽ നിങ്ങൾ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ആ തയ്യാറെടുപ്പുകളൊക്കെ നടത്തുമ്പോഴേക്കും നിങ്ങൾക്ക് മുന്നിൽ പലരിലൂടെയും ആ അറിവുകൾ ഭഗവാൻ തന്നെ ലഭ്യമാക്കി തരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് കണക്റ്റഡ് ടു ഗോഡാണ്. നിങ്ങളെ ഭഗവാനുമായി കൂട്ടി യോജിപ്പിക്കുന്നതിനായി സദാ ഭഗവാനെ സ്മരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അത്തരത്തിൽ സ്മരിക്കുന്ന ഒരാൾക്ക് ഭഗവാനെ എളുപ്പത്തിൽ പ്രാപ്യമാകുന്നതാണ് എന്നാണ് ഇവിടെ മെസ്സേജ് തരുന്നത്. ഭഗവാനിലുള്ള അചഞ്ചലമായ ഭക്തിയും വിശ്വാസവും ആ ബന്ധത്തിൻ്റെ ഊഷ്മളത വർദ്ധിപ്പിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത്. അടുത്തത് ബെനിഫിറ്റ്സ് ഓഫ് നോയിങ് ഗോഡാണ്. ഭഗവാനെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ നിന്നും സകല ദുരിതങ്ങളും ദുഃഖങ്ങളും ഭഗവാൻ അകറ്റി മാറ്റുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. കർമ്മബന്ധത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നതുമാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട്. ഭഗവാനെയും ഭഗവാന്റെ അവതാര ഉദ്ദേശത്തെയും പൂർണ്ണമായും മനസ്സിലാക്കുന്ന ഭക്തരെ ഭഗവാൻ ജനന മരണങ്ങളിൽ നിന്നും മോചിതരാക്കുന്നതാണ്, അവർക്ക് മുക്തി പ്രദാനം ചെയ്യുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ് ആണ് ഇന്ന് ഭഗവാൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.